ബെഞ്ചമിന് പകരമായിട്ട് ഞാനിവിടെ നിന്നുകൊള്ളാമെന്ന് പറയുന്ന യൂദ, ഞാൻ അടിമയായി നിന്നുകൊള്ളാം, പരിഹാരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് യൂദ കാൽവെപ്പ് നടത്തുകയാണ്. അത് തുടർന്ന് ജീവിതം ദൈവത്തിൻ്റെ സ്വന്തമാകാൻ, അനുഗ്രഹീത പാത്രമാകാനായിട്ട് അവന് അവസരം കൊടുക്കുന്നുണ്ട്. ബൈബിൾ പഠന വിചിന്തനത്തിൻ്റെ 23-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 43-44 അധ്യായങ്ങളും, ജോബിൻ്റെ പുസ്തകം 35-36 അധ്യായങ്ങളും, സുഭാഷിതങ്ങൾ 4-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ള വചനഭാഗമാണ് ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നത്. ജോസഫിൻ്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് പോകുന്നതായിരുന്നു നമ്മൾ 42-ാമത്തെ അധ്യായത്തിൽ കണ്ടുമുട്ടിയത്. 43-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ബെഞ്ചമിനെ കൂടെ കൂട്ടി ഈജിപ്തിലേക്ക് ജോസഫിൻ്റെ സഹോദരന്മാർ വരുന്ന രംഗമാണ്. അങ്ങനെ ജോസഫിൻ്റെ അടുക്കിലേക്ക് അവരെത്തുന്നു. ബെഞ്ചമിനെ കണ്ട ജോസഫ് മാനസികമായിട്ട് തകർന്നു പോകുന്നതാണ്. തുടർന്ന് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രംഗമൊക്കെ അധ്യായത്തിൽ കണ്ടുമുട്ടുമ്പോൾ സാധാരണഗതിയിൽ ഈജിപ്തുകാരും ഇസ്രായേൽക്കാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി അന്നില്ല. ഏറെ ശത്രുതാ മനോഭാവത്തോടു കൂടിയിട്ട് ഇടപഴകിയിരുന്നവരായിരുന്നു അവരതുകൊണ്ട് തന്നെ ഒരു തീന്മേശയ്ക്ക് ചുറ്റും അവരൊരുമിച്ച് കൂടുക എന്നത് അന്ന് ചിന്തിക്കാനാകുന്നതിലപ്പുറത്തായിരുന്നു. എന്നാൽ ആ നിയമമൊക്കെ തെറ്റിച്ച് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായ ജോസഫ് അവർ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുകയാണ്. ബെഞ്ചമിനെ കണ്ട ജോസഫിന് കരച്ചിലടക്കാനായില്ല. തൻ്റെ സഹോദരൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്ന് അദ്ദേഹം വ്യക്തിപരമായ റൂമിനകത്തേക്ക് ചെന്ന് പൊട്ടിക്കരഞ്ഞ് ആ വേദന കടിച്ചമർത്തിയിട്ട് വീണ്ടും തിരിച്ചു വരുന്നൊരു രംഗമൊക്കെ അധ്യായത്തിൽ കാണുന്നുണ്ട്. തുടർന്ന് ജോസഫ് സഹോദരന്മാരെ, മൂത്തവൻ യൂദ മുതൽ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ ഓർഡർ അനുസരിച്ച് അവിടെ പന്തിയിൽ ഇരുത്തുന്നത്, അതൊക്കെ അവർക്ക് വലിയ അത്ഭുതം മനസ്സിലുളവാക്കുക. എങ്ങനെയാണ് ജോസഫിന് ഞങ്ങളുടെ ഓർഡറൊക്കെ മനസ്സിലാകുന്നത്? 10 സഹോദരങ്ങളെ അവരുടെ പ്രായത്തിൻ്റെ ക്രമമനുസരിച്ച് ഇരുത്താണ്. അപ്പോൾ ബെഞ്ചമിൻ സ്വാഭാവികമായിട്ടും ജോസഫിൻ്റെ അടുത്ത് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടത്തിലേക്ക് എത്തിച്ചേരുന്നതൊക്കെ കാണും. അപ്പോഴും തൻ്റെ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കിയ ജോസഫ് അവർക്ക് മുന്നിൽ തന്നെ വെളിപ്പെടുത്തുന്നില്ല. തുടർന്ന് നമ്മൾ 44-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 44-ാമത്തെ അധ്യായത്തിൽ ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുന്ന രംഗമാണ് കണ്ടുമുട്ടുന്നത്. അവർ തിരിച്ചു വിട്ടപ്പോൾ ജോസഫ് കാര്യസ്ഥനോട് പറഞ്ഞു, തൻ്റെ അടുത്ത് വന്നതിന് ശേഷം അവരെ തിരികെ അയക്കുന്നു, ഭക്ഷണവും മറ്റ് സാമഗ്രികളൊക്കെ ആയിട്ട്. തൻ്റെ കാര്യസ്ഥന്മാരോട് ജോസഫ് പറഞ്ഞു, ഇളയവൻ്റെ ചാക്കിൽ എൻ്റെ വെള്ളിക്കപ്പ് കൂടെ എടുത്തു വെച്ച് വിടണം. അതൊരു പരീക്ഷണമാണ് ജോസഫ് സഹോദരന്മാർക്ക് ചെയ്യുന്നത്. അവരറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുന്നതല്ല, പക്ഷെ പരീക്ഷിക്കാൻ ജോസഫ് മുൻകൈ എടുക്കുകയാണ്. അങ്ങനെ ബെഞ്ചമിൻ്റെ ചാക്കിൽ ജോസഫ് ഉപയോഗിക്കുന്ന വെള്ളിക്കപ്പ് എടുത്തു വെച്ച് പറഞ്ഞു വിടുകയാണ്. യാത്രാമധ്യേ പകുതി ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ പടയാളികൾ പിന്തുടർന്ന് വന്ന് പറയാണ്, യജമാനൻ്റെ വെള്ളിക്കപ്പ് ആരോ മോഷ്ടിച്ചിട്ടുണ്ട്. ആരാണത് മോഷ്ടിച്ചത്? അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ആരും മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങൾ ദൈന്യതയുടെ നാളുകളിൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അകറ്റാൻ വേണ്ടി ഒരു സഹായത്തിന് വന്നതാണ്. ഞങ്ങൾ അവിടെ കയറിയിട്ട് മോഷ്ടിക്കുക, ഞങ്ങൾ ആരും അത് ചെയ്തിട്ടില്ല. പക്ഷേ പടയാളികൾ ബോധപൂർവം അവരെ ഓരോരുത്തരെയായിട്ട് ചാക്കുകൾ അഴിച്ച് പരിശോധന ആരംഭിക്കുകയാണ്. അങ്ങനെ ബെഞ്ചമിൻ്റെ ചാക്കിൽ ഈ വെള്ളിക്കപ്പ് കണ്ടെത്തുകയാണ്. ജോസഫ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയത്? അവർ പറയും, ഞങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ജോസഫ് ബോധപൂർവ്വം അത് സ്വീകരിക്കുന്നില്ല. ആ കപ്പ് മോഷ്ടിച്ചവൻ ഇവിടെ നിൽക്കണമെന്നുള്ളൊരു ആജ്ഞ അനുഭവത്തിലേക്ക് ജോസഫ് അവരെ പറയുകയാണ്. അപ്പോൾ മൂത്ത സഹോദരൻ യൂദ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, വിഷമൊന്നും വിചാരിക്കരുത്, എന്നോട് കോപിക്കരുത്. ഞങ്ങളുടെ അപ്പന് ഏറെ പ്രായമായി, ഉള്ളതിൽ ഇളയ മകനാണ് ഈ ബെഞ്ചമിൻ. യൂദ മുഴുവൻ കാര്യങ്ങൾ പറയുന്നില്ല. ഇളയവനായിരുന്ന ജോസഫിനെ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇനി ഉള്ളവൻ ബെഞ്ചമിനാണ്, അവനെ കൊണ്ടുപോകരുതെന്നൊക്കെ അപ്പൻ അവിടെ നിന്ന് പോരുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്.
പക്ഷെ കൃത്യമായിട്ട് പറയുകയാണ്, ഇവനെ തിരിച്ച് അവിടെ എത്തിയില്ല എങ്കിൽ ഞങ്ങളുടെ അപ്പൻ ഇവനെ മാത്രമാണ് കാത്തിരിക്കണേ. നെഞ്ചു പൊട്ടി അദ്ദേഹത്തിന് എന്തും സംഭവിക്കാം. അപ്പോൾ ബെഞ്ചമിന് പകരം യൂദ പറയുകയാണ്, ഞാനിവിടെ നിന്നുകൊള്ളാം. ബെഞ്ചമിനെ ഒന്ന് അപ്പൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാനുള്ളൊരു കനിവ്, മനസ്സ് കാണിക്കണമെന്ന്. ഈ 44-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു സന്ദേശമായിട്ടൊരു എൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ ജീവിതത്തിൽ ചെയ്ത ഏത് തെറ്റിനും പ്രായശ്ചിത്തം ചെയ്യാൻ, പരിഹാരം ചെയ്യാൻ സമാനമായ അനുഭവങ്ങൾ ജീവിതത്തിൽ തന്നെ ദൈവം ഒരുവനെ കൊണ്ടു നിർത്തും. അതാണ് യൂദ പണ്ട് ജോസഫിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇന്ന് അതിന് പകരം തന്നെ അവിടെ ബലി കൊടുത്ത് ബെഞ്ചമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹോദരനെതിരെ ചെയ്തൊരു തെറ്റ് അതേ നാണയത്തിൽ അതേ സാഹചര്യത്തിൽ കൊണ്ടു നിർത്തി തൻ്റെ അടുത്ത സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി അടിമയായിക്കൊള്ളാമെന്ന് ഏറ്റുപറയുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം യൂദായെ കൊണ്ടു നിർത്തുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിന് സമാനമായ സാഹചര്യങ്ങളിൽ ദൈവം തരും. അപ്പോൾ ഒന്ന് ആവർത്തിക്കാതിരിക്കാൻ, ഏറ്റുപറയാൻ, മനസ്തപിക്കാനൊക്കെ ഒരു അവസരമായിട്ട് എടുത്താൽ തിരിച്ചു വരവിന് അവസരമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യേശു ജനിച്ചത് എവിടെയാണെന്ന് ഓർക്കുക, യൂദയായുടെ വംശത്തിലാണ്. യൂദ ഈ പറയുന്ന മൂത്ത മകനാണ്. അപ്പോൾ യേശുവിനെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് യൂദാ വംശത്തിലെ സിംഹമെന്നാണ്. ഇപ്പം ജോസഫിനെ വിറ്റവനാണ് യൂദ. മരുമകളായ താമാറിനോട് തെറ്റ് ചെയ്തവളാണ് യൂദ. എന്നിട്ടത് മറച്ചു പിടിച്ചവനാണ്. ചെയ്ത തെറ്റുകളുടെ സമാന സാഹചര്യങ്ങൾ മുന്നിലേക്ക് എത്തിയപ്പോൾ അത് തിരുത്താൻ തയ്യാറാകുന്ന ഒരു യൂദയെ അവിടെ കണ്ടുമുട്ടാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം പറഞ്ഞു അവൻ്റെ ഗോത്രത്തിൽ പോയി പിറക്കാൻ. ആ ഗോത്രത്തിലാണ് യേശു ജനിക്കുന്നത്. തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുന്ന ഓരോരുത്തരിലും മിശിഹായ്ക്ക് ജന്മം കൊടുക്കാനുള്ള ഒരു അവസരമുണ്ടെന്ന് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുകയാണ്. ബെഞ്ചമിന് പകരമായിട്ട് ഞാനിവിടെ നിന്നുകൊള്ളാമെന്ന് പറയുന്ന യൂദ, ഞാൻ അടിമയായി നിന്നുകൊള്ളാം, പരിഹാരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് യൂദ കാൽവെപ്പ് നടത്തുകയാണ്. അത് തുടർന്ന് ജീവിതം ദൈവത്തിൻ്റെ സ്വന്തമാകാൻ, അനുഗ്രഹീത പാത്രമാകാനായിട്ട് അവന് അവസരം കൊടുക്കുന്നുണ്ട്. നമ്മൾ ജോബിൻ്റെ പുസ്തകം 35-36 അധ്യായങ്ങളാണ് തുടർന്ന് കണ്ടുമുട്ടുക. പൊള്ളയായ നിലവിളി ദൈവം ശ്രവിക്കുകയില്ല, സർവശക്തൻ അത് പരിഗണിക്കുകയുമില്ല. ദൈവം ശക്തനാണ്, അവിടെ നിന്ന് ആരെയും വെറുക്കുന്നില്ല. ചെയ്തികൾ നോക്കി കാണുന്നവനാണ് ദൈവം. നീതിമാന്മാരിൽ നിന്നും തൻ്റെ കടാക്ഷം പിൻവലിക്കുന്നില്ല. അവന് സഹനങ്ങളുണ്ടാകും, പക്ഷേ ആ സഹനങ്ങളെ മറികടക്കാൻ ദൈവിക പദ്ധതികളിലൂടെ തന്നെ അവന് സാധ്യതയുണ്ടെന്ന്, അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ, ദൈവം തരുന്ന ആഹ്വാനത്തെ ശ്രവിക്കാൻ, അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെന്ന് നീതിമാനെ കൂട്ടുപിടിച്ച് ജോബ് ഓർമ്മപ്പെടുത്തുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ള വചനഭാഗം കൂടി നമ്മൾ കാണും. ജ്ഞാനത്തിൻ്റെ വഴി ഞാൻ പഠിപ്പിച്ചു, സത്യസന്ധതയുടെ പാതയിൽ നിന്നെ നയിച്ചു. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് നിൻ്റെ ജീവനായിട്ട്, നിൻ്റെ നാഥൻ നിൻ്റെ ജീവിതത്തിലുള്ള അനുഭവമായിട്ട് നൽകപ്പെടുമെന്ന് ഓരോ വിശ്വാസികളെയും സുഭാഷിതങ്ങളുടെ പുസ്തകം ഓർമ്മപ്പെടുത്തുന്നു. ഉൽപ്പത്തി അധ്യായം 43. നാട്ടിൽ ക്ഷാമം കൊടുമ്പിരി കൊണ്ടു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തീർന്നപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു, നിങ്ങൾ വീണ്ടും പോയി കുറച്ച് ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരുവിൻ. അപ്പോൾ യൂദ പറഞ്ഞു, അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്കെന്നെ കാണാൻ സാധിക്കില്ല എന്ന് അവൻ ഞങ്ങളോട് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരനെ കൂടെ അയക്കാമെങ്കിൽ ഞങ്ങൾ പോയി ധാന്യം വാങ്ങിക്കൊണ്ടുവരാം. അങ്ങ് അവൻ അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. കാരണം അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്കെന്നെ കാണാൻ സാധിക്കില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ചോദിച്ചു, നിങ്ങൾക്കൊരു സഹോദരൻ കൂടിയുണ്ടെന്ന് അവനോട് പറഞ്ഞ് എന്നെ ദ്രോഹിച്ചതെന്തിന്? അവർ മറുപടി പറഞ്ഞു, അവൻ ഞങ്ങളെയും ബന്ധുക്കളെയും കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ചു. നിങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നോ? നിങ്ങൾക്ക് വേറെ സഹോദരനുണ്ടോ? അവന് ഞങ്ങൾ മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ സഹോദരനെയും കൂട്ടിക്കൊണ്ടു വരുവിനെന്ന് അവൻ പറയുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയുമായിരുന്നോ? അപ്പോൾ യൂദ പിതാവായ ഇസ്രായേലിനോട് പറഞ്ഞു, നമ്മൾ അങ്ങും ഞങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും മരിക്കാതെ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവൻ എൻ്റെ കൂടെ അയക്കുക.
ഞങ്ങൾ ഉടനെ പുറപ്പെടാം. അവൻ്റെ ചുമതല ഞാൻ ഏറ്റുകൊള്ളാം. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങേക്ക് അവനെ ആവശ്യപ്പെടാം. അവനെ അങ്ങയുടെ മുൻപിൽ തിരികെ കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ കുറ്റമെന്നും എൻ്റെ മേലായിരിക്കട്ടെ. നമ്മൾ ഇത്രയും താമസിക്കാതിരുന്നാൽ ഇതിനകം 2 പ്രാവശ്യം പോയി തിരിച്ചു വരാമായിരുന്നു. അപ്പോൾ അവരുടെ പിതാവായ ഇസ്രായേൽ പറഞ്ഞു, കൂടിയേ തീരുവെങ്കിൽ അപ്രകാരം ചെയ്യുക. നാട്ടിലെ വിശിഷ്ട ഉൽപ്പന്നങ്ങൾ കുറേശ്ശെയെടുത്ത് അവന് സമ്മാനമായി കൊണ്ടുപോവുക. തൈലം, തേൻ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, ബോടനണ്ടി, ബദാം പരിപ്പ് എന്നിവയെല്ലാം പണം ഇരട്ടി എടുത്തുകൊള്ളണം. നിങ്ങളുടെ ചാക്കുകളിൽ വെച്ച് തിരിച്ചയച്ച പണവും കൊണ്ടുപോവുക. അതൊരു നോട്ടപ്പിശകായിരുന്നിരിക്കാം. നിങ്ങളുടെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളുക. സർവശക്തനായ ദൈവം അവൻ്റെ മുൻപിൽ നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ. അവൻ നിങ്ങളുടെ സഹോദരനെയും ബെഞ്ചമിനെയും തിരിച്ചയക്കട്ടെ. മക്കൾ എനിക്ക് നഷ്ടപ്പെടണമെന്നാണെങ്കിൽ അങ്ങനെയുമാവട്ടെ. സമ്മാനവും ഇരട്ടി തുകയും എടുത്ത് ബെഞ്ചമിനോടുകൂടി അവർ ഈജിപ്തിലെത്തി ജോസഫിൻ്റെ മുൻപിൽ ഹാജരായി. അവരുടെ കൂടെ ബെഞ്ചമിനെ കണ്ടപ്പോൾ ജോസഫ് വീട്ടുകാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു, ഇവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഒരു മൃഗത്തെ കൊന്ന് സദ്യ ഒരുക്കുക. ഇവർ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ കൂടെയായിരിക്കും ഭക്ഷണം കഴിക്കുക. ജോസഫ് പറഞ്ഞതുപോലെ അവൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോൾ അവർക്ക് പേടിയായി. അവർ പറഞ്ഞു, കഴിഞ്ഞ തവണ ചാക്കിൽ തിരികെ വെച്ചിരുന്ന പണം കാരണമാണ് അവൻ നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവസരമുണ്ടാക്കി നമ്മെ കീഴ്പ്പെടുത്തി അടിമകളാക്കുകയും നമ്മുടെ കഴുതകളെ പിടിച്ചെടുക്കുകയുമാണ് അവൻ്റെ ഉദ്ദേശ്യം. അതുകൊണ്ട് അവർ വീട്ടുവാതിക്കൽ വെച്ച് ജോസഫിൻ്റെ കാര്യസ്ഥനെ സമീപിച്ച് സംസാരിച്ചു. അവർ പറഞ്ഞു, യജമാനനെ, മുൻപൊരിക്കൽ ധാന്യം വാങ്ങുന്നതിന് ഞങ്ങളിവിടെ വന്നിരുന്നു. മടക്കയാത്രയിൽ വഴിയമ്പലത്തിൽ വെച്ച് ചാക്കഴിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൊടുത്ത പണം ഞങ്ങളുടെ ചാക്കിൽ തന്നെ ഇരിക്കുന്നു. ഞങ്ങളത് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ധാന്യം വാങ്ങാൻ ഞങ്ങൾ വേറെ പണവും കൊണ്ടുവന്നിട്ടുണ്ട്. പണം ചാക്കിൽ തിരികെ വച്ചത് ആരെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ പറഞ്ഞു, ശാന്തനായിരിക്കുവിൻ, ഭയപ്പെടേണ്ട. നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിൻ്റെയും ദൈവമാണ് നിങ്ങളുടെ ചാക്കുകളിൽ നിധി നിക്ഷേപിച്ചത്. നിങ്ങളുടെ പണം ഞാൻ കൈപ്പറ്റിയതാണ്. അവൻ ശിമിയോനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അനന്തരം അവരെ ജോസഫിൻ്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്ന് അവർക്ക് വെള്ളം കൊടുത്തു. അവർ കാൽ കഴുകി കഴുതുകൾക്കും തീറ്റി കൊടുത്തു. ഉച്ചയ്ക്ക് ജോസഫ് വരുന്നതിന് മുമ്പ് അവർ സമ്മാനം ഒരുക്കി വെച്ചു. കാരണം അവിടെയായിരിക്കും തങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് അവർ അറിഞ്ഞിരുന്നു. ജോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സമ്മാനം അവൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. അവർ അവനെ താണു വീണ് വണങ്ങി. അവൻ അവരോട് കുശലം ചോദിച്ചു, നിങ്ങളുടെ പിതാവിന് സുഖം തന്നെയോ? നിങ്ങൾ പറഞ്ഞ ആ വൃദ്ധൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നോ? അവർ പറഞ്ഞു, അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ. അദ്ദേഹം ജീവനോടിരിക്കുന്നു. അവർ കുനിഞ്ഞ് അവനെ വണങ്ങി. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ തൻ്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു, തൻ്റെ അമ്മയുടെ മകൻ. അവൻ പറഞ്ഞു, ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. തൻ്റെ സഹോദരനെ പ്രതി ഹൃദയം തേങ്ങിയപ്പോൾ ജോസഫ് കരയാനൊരിടം നോക്കി. കിടപ്പറയിൽ പ്രവേശിച്ച് അവൻ കരഞ്ഞു. അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, ഭക്ഷണം വിളമ്പുക. അവനും അവർക്കും അവൻ്റെ കൂടെയുള്ള ഈജിപ്തുകാർക്കും അവർ വേറെ വേറെയാണ് വിളമ്പിയത്. കാരണം ഈജിപ്തുകാർ യഹൂദരുടെ ഭക്ഷണം കഴിക്കാറില്ല. അത് ഈജിപ്തുകാർക്ക് നിഷിദ്ധമായിരുന്നു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ മൂപ്പനുസരിച്ച് അവർ അവൻ്റെ മുൻപിലിരുന്നു. അവർ അമ്പരന്ന് അന്യോന്യം നോക്കി. ജോസഫ് തൻ്റെ ആഹാരത്തിൽ നിന്ന് ഓരോ പങ്ക് അവർക്ക് കൊടുത്തു. എന്നാൽ ബെഞ്ചമിൻ്റെ പങ്ക് മറ്റുള്ളവരുടേതിൻ്റെ 5 ഇരട്ടിയായിരുന്നു. അവർ കുടിച്ച് അവനോടൊപ്പം ഉല്ലസിച്ചു. അധ്യായം 44. ജോസഫ് വീട്ടുകാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു, അവരുടെ ചാക്കുകളിലെല്ലാം
അവർക്ക് കൊണ്ടുപോകാവുന്നിടത്തോളം ധാന്യം നിറയ്ക്കുക. ഓരോരുത്തരുടെയും പണം അവരവരുടെ ചാക്കിൻ്റെ മുകൾ ഭാഗത്ത് വയ്ക്കണം. ഇളയവൻ്റെ ചാക്കിൻ്റെ മുകൾ ഭാഗത്ത് ധാന്യവിലയായ പണത്തിൻ്റെ കൂടെ എൻ്റെ വെള്ളിക്കപ്പും വയ്ക്കുക. അവൻ ജോസഫ് പറഞ്ഞതുപോലെ ചെയ്തു. നേരം പുലർന്നപ്പോൾ അവനവരെ തങ്ങളുടെ കഴുതകളോടുകൂടി യാത്രയാക്കി. അവർ നഗരം വിട്ട് അധികം കഴിയും മുമ്പ് ജോസഫ് കാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു, ഉടനെ അവരുടെ പുറകെ എത്തുക. അവരുടെ അടുത്തെത്തുമ്പോൾ അവരോട് പറയുക, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട്? നിങ്ങൾ എൻ്റെ വെള്ളിക്കപ്പ് കട്ടെടുത്തത് എന്തിന്? ഇതിൽ നിന്നല്ലേ എൻ്റെ യജമാനൻ പാനം ചെയ്യുന്നത്? ഇതുപയോഗിച്ചല്ലേ അദ്ദേഹം പ്രവചനം നടത്തുന്നത്? നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി. അവരുടെ ഒപ്പമെത്തിയപ്പോൾ അവൻ അവരോട് അപ്രകാരം തന്നെ പറഞ്ഞു. അവർ അവനോട് പറഞ്ഞു, യജമാനൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അങ്ങയുടെ ദാസന്മാർ ഇത്തരമൊരു കാര്യം ഒരിക്കലും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. ഞങ്ങളുടെ ചാക്കിൽ കണ്ട പണം കാനാൻ ദേശത്തു നിന്ന് ഞങ്ങൾ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങയുടെ യജമാനൻ്റെ വീട്ടിൽ നിന്ന് പൊന്നും വെള്ളിയും മോഷ്ടിക്കുമോ? അത് അങ്ങയുടെ ദാസരിൽ ആരുടെ പക്കൽ കാണുന്നുവോ അവൻ മരിക്കണം. ഞങ്ങളെല്ലാവരും യജമാനന് അടിമകളുമായി കൊള്ളാം. അവൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെയാവട്ടെ. അതാരുടെ കയ്യിൽ കാണുന്നുവോ അവൻ എൻ്റെ അടിമയാകും. മറ്റുള്ളവർ നിരപരാധരായിരിക്കും. ഉടനെ തന്നെ ഓരോരുത്തരും താന്താങ്ങളുടെ ചാക്ക് താഴെയിറക്കി കെട്ടഴിച്ചു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ എല്ലാവരെയും അവൻ പരിശോധിച്ചു. ബെഞ്ചമിൻ്റെ ചാക്കിൽ കപ്പ് കണ്ടെത്തി. അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി. ഓരോരുത്തരും ചുമട് കഴുതുപുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് തന്നെ മടങ്ങി. യൂദായും സഹോദരന്മാരും ജോസഫിൻ്റെ വീട്ടിലെത്തി. അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർ അവൻ്റെ മുൻപിൽ കമിഴ്ന്നു വീണു. ജോസഫ് അവരോട് ചോദിച്ചു, എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്? എന്നെപ്പോലൊരുവന് ഊഹിച്ചറിയാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? യൂദ അവനോട് പറഞ്ഞു, ഞങ്ങൾ എന്താണ് യജമാനനോട് പറയുക? ഞങ്ങൾ നിരപരാധരാണെന്ന് എങ്ങനെ തെളിയിക്കും? ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതാ ഞങ്ങൾ അവിടുത്തെ അടിമകളാണ്, ഞങ്ങളും കപ്പ് കൈവശമുണ്ടായിരുന്നവനും. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. കപ്പ് കൈവശം വരുന്നവൻ മാത്രം എനിക്ക് അടിമയായിരുന്നാൽ മതി. മറ്റുള്ളവർക്ക് സമാധാനമായി പിതാവിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ യൂദ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എൻ്റെ യജമാനനെ ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ നേരെ അങ്ങ് കോപിക്കരുത്. അങ്ങ് ഫറവോയ്ക്ക് സമനാണല്ലോ. യജമാനനായ അങ്ങ് ദാസന്മാരോട് നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ യജമാനനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും പിതാവിൻ്റെ വാർദ്ധക്യത്തിലെ മകനായ ഒരു കൊച്ചു സഹോദരനുമുണ്ട്. അവൻ്റെ സഹോദരൻ മരിച്ചുപോയി. അവൻ്റെ അമ്മയുടെ മക്കളിൽ അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. പിതാവിന് അവൻ വളരെ പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ അങ്ങയുടെ ദാസരോട് അവൻ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരിക, എനിക്കവനെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങയോട് ഉണർത്തിച്ചു. ബാലന് പിതാവിന് വിട്ടുപോരാൻ വയ്യ. കാരണം അവൻ പോന്നാൽ പിതാവ് മരിച്ചുപോകും. നിങ്ങളുടെ സഹോദരൻ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങളിനി എന്നെ കാണുകയില്ല എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിൻ്റെ അടുത്തെത്തിയപ്പോൾ അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അവനെ അറിയിച്ചു. പിതാവ് ഞങ്ങളോട് വീണ്ടും പോയി കുറെ ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് പോകാൻ വയ്യ. എന്നാൽ ഇളയ സഹോദരനെ കൂടി അയക്കുന്ന പക്ഷം ഞങ്ങൾ പോകാം. ബാലൻ കൂടെയില്ലെങ്കിൽ ഞങ്ങൾക്ക് അവനെ കാണാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു. അപ്പോൾ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, എൻ്റെ ഭാര്യ 2 പുത്രന്മാരെ എനിക്ക് നൽകിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരുവൻ എന്നെ വിട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും അവന് വന്യമൃഗം ചീന്തി കീറി കാണും. പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല. ഇവനെയും കൊണ്ടുപോയിട്ട്
ഇവൻ എന്തെങ്കിലും പിണഞ്ഞാൽ വൃദ്ധനായ എന്നെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിൽ ആഴ്ത്തുകയായിരിക്കും ചെയ്യുക. അവൻ്റെ ജീവൻ ബാലൻ്റെ ജീവനുമായി ബന്ധിക്കപ്പെട്ടിരിക്കൊണ്ട് ഞാൻ അവനെ കൂടാതെ പിതാവിൻ്റെ അടുത്ത് ചെന്നാൽ ബാലൻ ഇല്ലെന്ന് കാണുമ്പോൾ അവൻ മരിക്കും. വൃദ്ധനായ പിതാവിനെ ദുഃഖത്തോടെ ഞങ്ങൾ പാതാളത്തിൽ ആഴ്ത്തുകയായിരിക്കും ചെയ്യുക. കൂടാതെ ഞാൻ അവനെ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയുടെ സമക്ഷം കുറ്റക്കാരനായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസനായ ഞാൻ ബാലനെക്കുറിച്ച് പിതാവിൻ്റെ മുൻപിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ബാലന് പകരം അങ്ങയുടെ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ബാലൻ സഹോദരന്മാരോടുകൂടെ തിരിച്ചു പോയിക്കൊള്ളട്ടെ. അവനെ കൂടാതെ ഞാൻ എങ്ങനെ പിതാവിൻ്റെ അടുത്ത് ചെല്ലും? അവന് സംഭവിക്കുന്ന ദുരന്തം ഞാൻ എങ്ങനെ സഹിക്കും? ജോബ് അധ്യായം 35. എലീഹു പറഞ്ഞു, ഇത് നീതിയാണെന്ന് നിനക്ക് തോന്നുന്നുവോ? ദൈവത്തിന് മുൻപാകെ നിഷ്കളങ്കനാണെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? എനിക്കെന്തു ഗുണം? പാപിയാകാതിരുന്നാൽ എന്ത് മെച്ചമെന്ന് നീ ചോദിക്കുന്നു. ഞാൻ നിനക്കും നിന്നോട് കൂടെയുള്ള സ്നേഹിതന്മാർക്കും മറുപടി നൽകാം. ആകാശത്തിലേക്ക് നോക്കി കാണുക, ഇതാ നിന്നേക്കാൾ ഉയർന്ന മേഘങ്ങൾ. നീ പാപം ചെയ്തുവെങ്കിൽ അവിടത്തേക്കെതിരായി നീ എന്തു നേടി? നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടത്തെ ബാധിക്കുമോ? നീ നീതിമാനാണെങ്കിൽ അവിടത്തേക്ക് എന്തു കൊടുക്കുന്നു? അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അവിടുന്ന് എന്ത് സ്വീകരിക്കുന്നു? നിന്റെ ദുഷ്ടത നിന്നെപ്പോലെ ഒരുവനെ സ്പർശിക്കുന്നു. നിന്റെ നീതിയും അങ്ങനെ തന്നെ. മർദ്ദനങ്ങളുടെ ആധിക്യം നിമിത്തം മനുഷ്യർ നിലവിളിക്കുന്നു. ശക്തരുടെ കരം നിമിത്തം അവർ സഹായത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നു. എന്നാൽ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ പകർന്നവനും മൃഗങ്ങളെക്കാൾ ബുദ്ധിയും ആകാശപറവകളേക്കാൾ അറിവും നൽകുന്നവനുമായ എൻ്റെ സൃഷ്ടാവായ ദൈവം എവിടെയെന്ന് ആരും ചോദിക്കുന്നില്ല. അവിടെ അവർ നിലവിളിക്കുന്നു, എന്നാൽ ദുഷ്ടരുടെ അഹങ്കാര നിമിത്തം അവിടുന്ന് ഉത്തരം നൽകുന്നില്ല. തീർച്ചയായും പൊള്ളയായ നിലവിളി ദൈവം ശ്രവിക്കുകയില്ല. സർവശക്തനത് പരിഗണിക്കുകയുമില്ല. നീ അവിടുത്തെ കാണുന്നില്ലെന്നും നിന്റെ പരാതികൾ അവിടുത്തെ മുൻപിലാണെന്നും നീ അവിടുത്തെ കാത്തിരിക്കുകയാണെന്നും പറയുമ്പോൾ ആ പരിഗണന കുറവായിരിക്കും. ഇപ്പോൾ അവിടുത്തെ കോപം ശിക്ഷ നൽകാത്തതുകൊണ്ടും അവിടുന്ന് പാപങ്ങളധികം ശ്രദ്ധിക്കാത്തതുകൊണ്ടും അർത്ഥമില്ലാത്ത വാക്കുകൾ ചൊരിയുന്നു. ജോബ് പൊള്ളവാക്കുകൾ ഉതിർക്കുന്നു. എലീഹു തുടർന്നു, എന്നോട് അല്പം ക്ഷമിക്കുക, ഞാൻ വ്യക്തമാക്കാം. ദൈവത്തിനു വേണ്ടി എനിക്ക് ഇനിയും പറയാനുണ്ട്. എൻ്റെ വാദത്തിന് വിശാലമായ അടിസ്ഥാനമുണ്ട്. എൻ്റെ സൃഷ്ടാവിൻ്റെ നീതി ഞാൻ സമർത്ഥിക്കും. എൻ്റെ വാക്ക് വ്യാജമല്ല. ജ്ഞാനത്തിൽ തികഞ്ഞവൻ നിന്റെ മുൻപിൽ നിൽക്കുന്നു. ദൈവം ശക്തനാണ്, അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. ശക്തിയിലും ജ്ഞാനത്തിലും അവിടുന്ന് പ്രഗത്ഭൻ തന്നെ. ദുഷ്ടനെ അവിടുന്ന് വകവരുത്തുന്നു, ദുഃഖിതരുടെ അവകാശം സംരക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം പിൻവലിക്കുന്നില്ല. അവരെ രാജാക്കന്മാരുടെ കൂടെ എന്നേക്കും സിംഹാസനത്തിൽ ഇരുത്തുന്നു. അവർക്ക് മഹത്വം നൽകുന്നു. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും പീഡപാശങ്ങളിൽ കുടുങ്ങുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അവരുടെ പ്രവൃത്തികളും അഹങ്കാര നിമിത്തമുണ്ടായ പാപങ്ങളും അവർക്ക് വെളിപ്പെടുത്തുന്നു. അവിടുന്ന് പ്രബോധനത്തിന് അവരുടെ ചെവി തുറക്കുകയും അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയുവാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. അവർ അത് ശ്രവിക്കുകയും അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്താൽ അവരുടെ ദിനങ്ങൾ ഐശ്വര്യത്തിലും വത്സരങ്ങൾ ആനന്ദത്തിലും പൂർത്തിയാകും. എന്നാൽ ശ്രവിക്കുന്നില്ലെങ്കിൽ അവർ വാളാൽ നശിക്കുകയും ഓർക്കാപ്പുറത്ത് മരിക്കുകയും ചെയ്യും. അധർമ്മകളിൽ നിന്ന് കോപം ഒഴിയുന്നില്ല. അവിടുന്ന് ബന്ധിക്കുമ്പോൾ അവർ സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നില്ല. അവർ യൗവനത്തിൽ തന്നെ മരിക്കുകയും അവരുടെ ജീവിതം അപമാനത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. പീഡിതരെ അവരുടെ പീഡകൾ കൊണ്ട് തന്നെ അവിടുന്ന് രക്ഷിക്കുകയും ദുരിതം കൊണ്ട് അവരുടെ ചെവി തുറക്കുകയും ചെയ്യുന്നു. നിന്നെയും അവിടുന്ന് കഷ്ടതകളുടെ ഞെരുക്കമില്ലാത്ത വിശാല സ്ഥലത്തേക്ക് ആകർഷിച്ചു. നിന്റെ മേശമേൽ ഒരുക്കിയിരിക്കുന്നത്, എന്നാൽ നിന്നിൽ ദുഷ്ടരുടെ ന്യായവിധി നിറഞ്ഞിരിക്കുന്നു. വിധിയും നീതിയും നിന്നെ പിടികൂടും. കോപം നിന്നെ പരിഹാസത്തിലേക്ക് തിരിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക.
മോചനദ്രവ്യത്തിൻ്റെ വലുപ്പവും നിന്നെ വ്യതിചലിപ്പിക്കാതിരിക്കട്ടെ. കഷ്ടതയിൽ അകപ്പെടാതിരിക്കാൻ നിന്റെ നിലവിളിയോ നിന്റെ കരുത്തോ ഉതകുമോ? ജനതകൾ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നെ വിച്ഛേദിക്കപ്പെടുന്ന രാത്രികൾ വരാൻ നീ കാംക്ഷിക്കരുത്. അകൃത്യങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക. കാരണം പീഡനങ്ങളെക്കാൾ ഇതാണല്ലോ നീ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി എത്ര മഹത്താണ്! അവിടത്തേക്ക് തുല്യനായ ഗുരു ആരുണ്ട്? അവിടത്തേക്ക് മാർഗനിർദ്ദേശം നൽകിയവൻ ആരുണ്ട്? അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് അവിടത്തോട് പറയാൻ ആർക്ക് കഴിയും? മനുഷ്യർ പാടി പ്രകീർത്തിച്ചിട്ടുള്ള അവിടുത്തെ പ്രവൃത്തികളെ സ്തുതിക്കുവാൻ മറക്കരുത്. എല്ലാവരും അത് നോക്കി നിന്നിട്ടുണ്ട്. ദൂരെ നിന്ന് കാണാനേ മനുഷ്യന് കഴിയൂ. നമുക്ക് ഗ്രഹിക്കാനാവാത്ത വിധം ദൈവം മഹോന്നതനാണ്. അവിടുത്തെ വത്സരങ്ങൾ തിട്ടപ്പെടുത്താനാവില്ല. അവിടുന്ന് നീർത്തുള്ളി വലിച്ചെടുക്കുന്നു. അവിടുന്ന് മൂടൽ മഞ്ഞിൽ നിന്ന് മഴ പൊഴിക്കുന്നു. ആകാശം അത് വർഷിക്കുകയും മനുഷ്യൻ്റെ മേൽ സമൃദ്ധമായി ചൊരിയുകയും ചെയ്യുന്നു. മേഘങ്ങൾ പരക്കുന്നതും അവിടുത്തെ വിധാനത്തിൽ നിന്ന് ഇടിമുഴങ്ങുന്നതും എങ്ങനെയെന്ന് ആർക്ക് ഗ്രഹിക്കാനാകും? അവിടുന്ന് ചുറ്റും മിന്നലുകളെ ചിതറിച്ച് സമുദ്രമൂലങ്ങളെ മറയ്ക്കുന്നു. ഇവ വഴി അവിടുന്ന് ജനതകളെ വിധിക്കുകയും സമൃദ്ധമായ ആഹാരം നൽകുകയും ചെയ്യുന്നു. അവിടുന്ന് മിന്നലുകൾ കൊണ്ട് തൻ്റെ കൈകൾ മറയ്ക്കുന്നു. ലക്ഷ്യത്തിൽ തറയ്ക്കാൻ അതിനെ നിയോഗിക്കുകയും ചെയ്യുന്നു. അകൃത്യങ്ങൾക്കെതിരെ രോഷം പൂണ്ട് അകിഷ്ണവായുവിനെക്കുറിച്ച് ഇടിനാദം വിളംബരം ചെയ്യുന്നു. സുഭാഷിതങ്ങൾ അദ്ധ്യായം 4 10 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. മകനെ, എൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ. അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ ജ്ഞാനത്തിൻ്റെ വഴി നിന്നെ പഠിപ്പിച്ചു. സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിച്ചു. നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല, ഓടുമ്പോൾ വീഴുകയുമില്ല. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്. അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയുമരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്. അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല. ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിൻ്റെ വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാഹനത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ദുഷ്ടരുടെ മാർഗം സാന്ദ്ര തമസ് പോലെയാണ്. എവിടെ തട്ടി വീഴുമെന്ന് അവർക്കറിഞ്ഞുകൂടാ.